എല്ലാവർക്കും ഡ്രീംസ് ലാൻഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നു നിൽക്കുന്നത് അങ്കമാലി കിടങ്ങൂരാണ്. 6.5 സെന്റ് സ്ഥലത്ത് 1850 സ്ക്വയർ ഫീറ്റിലാണ് ഈ 3 പ്രോപ്പർട്ടികളും വരുന്നത്. ഈ 3 പ്രോപ്പർട്ടികളും ഒരേപോലെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ആദ്യത്തെ പ്രോപ്പർട്ടി ഓൾറെഡി വിറ്റുപോയിരിക്കുന്നു. രണ്ടാമത്തെ പ്രോപ്പർട്ടി പണി നടന്നുകൊണ്ടിരിക്കുന്നു, അതും വിറ്റുപോയിരുന്നു. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടിയിലേക്ക് കടക്കുകയാണെങ്കിൽ അത് പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടിയിലേക്ക് നമുക്ക് പോകാം. പ്രോപ്പർട്ടികളും പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ വീടിന്റെ മുറ്റം നാച്ചുറൽ സ്റ്റോൺ കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു. 1-2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള മുറ്റവും അതിനോട് ചേർന്ന് ഒരു കാർ പോർച്ചും ഈ വീട്ടിൽ ഒരുക്കിയിരിക്കുന്നു. വീടിന്റെ ജലലഭ്യതയ്ക്കായി വീടിന്റെ പിൻഭാഗത്തൊരു കിണറും നിർമ്മിച്ചിട്ടുണ്ട്. ഇനി വീടിന്റെ അകത്തെ കാഴ്ചയിലേക്ക് പോകാം. സിറ്റ് ഔട്ടിൽ നിന്നും നമ്മൾ എത്തുന്നത് വീടിന്റെ ലിവിംഗ് ഏരിയയിലാണ്. നല്ലൊരു പ്രീമിയം ലുക്കിൽ ഇന്റീരിയർ ജിപ്സം സീലിംഗും LED ലൈറ്റ് പാനലുകളും നൽകിയിട്ടുള്ള ലിവിംഗ് ഏരിയയുടെ നീളം 13.89 അടിയും വീതി 10.29 അടിയുമാണ്. 142.41 സ്ക്വയർ ഫീറ്റ് ആണ് ലിവിംഗ് ഏരിയയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. ലിവിംഗിൽ നിന്നും നേരെ പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. കിച്ചണിലേക്കുള്ള എൻട്രൻസും 2 ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസും 1ാം നിലയിലേക്ക് പോകാനുള്ള സ്റ്റെയറും എല്ലാം വരുന്നത് ഈ ഡൈനിങ്ങിൽ നിന്നുമാണ്. 24.83 അടി നീളവും 10.62 അടി വീതിയും 263.69 സ്ക്വയർ ഫീറ്റുമാണ് ഡൈനിങ്ങിന് നൽകിയിട്ടുള്ളത്. ഇനി ഡൈനിങ്ങിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് കിച്ചണിലേക്കാണ്. കബോർഡുകൾ എല്ലാം പ്ലൈവുഡ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. 13.37 അടി നീളവും 11.00 അടി വീതിയും 147.07 സ്ക്വയർ ഫീറ്റാണ് കിച്ചണിന് നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് വീടിന്റെ താഴത്തെ നിലയിലെ ബെഡ്റൂമുകൾ പരിശോധിക്കാം. ഒരു ബെഡ്റൂമിന് 13.11 അടി നീളവും 11.17 അടി വീതിയും വരുന്ന ഈ ഒരു ബെഡ്റൂമിന് 146.43 സ്ക്വയർ ഫീറ്റ് ആണ് വിസ്തീർണം വരുന്നത്. ഈ വീടിന്റെ താഴത്തെ 2 ബെഡ്റൂമുകൾക്കും മൾട്ടിവുഡിൽ തീർത്ത നല്ലൊരു കബോർഡുകളും അറ്റാച്ച്ഡ് ബാത്റൂമുകളും നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് താഴത്തെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. 13.02 അടി നീളവും 11.00 അടി വീതിയും വരുന്നു. 143.22 സ്ക്വയർ ഫീറ്റ് ആണ് ഈ റൂമിന് നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റെയറുകൾ കയറി 1ാം നിലയിലേക്ക് പോകാം. സ്റ്റെയറുകൾ കയറി നമ്മൾ ചെല്ലുന്നത് അപ്പർ ലിവിംഗ് ഏരിയയിലാണ്. അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്നും 2 ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസും ഓപ്പൺ ടെറസിലേക്കുള്ള എൻട്രൻസും വരുന്നു. ഇനി മുകളിലെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോയാൽ 13.10 അടി നീളവും 11.18 അടി വീതിയും വരുന്നു. ഈ ഒരു ബെഡ്റൂമിന് 146.45 സ്ക്വയർ ഫീറ്റ് ആണ് നൽകിയിട്ടുള്ളത്. ഇനി അവസാനത്തെ ഈ ഒരു ബെഡ്റൂമിലേക്ക് പോയാൽ 13.83 അടി നീളവും 13.10 അടി വീതിയും വരുന്ന ഈ ഒരു ബെഡ്റൂമിന് 181.17 സ്ക്വയർ ഫീറ്റ് ആണ് മാറ്റിവെച്ചിട്ടുള്ളത്. മുകളിലെ 2 ബെഡ്റൂംസിനും അറ്റാച്ച്ഡ് ബാത്റൂമുകളും മൾട്ടിവുഡിൽ തീർത്ത കബോർഡുകളും നൽകിയിരിക്കുന്നു. ഈ റൂമിനോട് ചേർന്നാണ് ബാൽക്കണി വന്നിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു പ്രീമിയം ആയിട്ട് തന്നെ ബാൽക്കണി ഏരിയ ഒരുക്കിയിരിക്കുന്നു. ഇനി വരുന്നത് വീടിന്റെ ഓപ്പൺ ടെറസ് ഏരിയയിലാണ്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസും ഈ ഓപ്പൺ ടെറസ് ഏരിയയ്ക്ക് നൽകിയിരിക്കുന്നു. അപ്പം നമ്മുടെ പ്രോപ്പർട്ടി എല്ലാവരും കണ്ടു കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ പ്രോപ്പർട്ടി ഓൾറെഡി വിറ്റുപോയതാണ്. 3ാമത്തെ പ്രോപ്പർട്ടിയാണ് ഇനി വിൽക്കാനുള്ളത്. അപ്പോൾ ഇപ്പൊ കണ്ട പ്രോപ്പർട്ടിയുടെ സമാനമായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. ഇനി കൂടുതൽ ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന റേറ്റും കാര്യങ്ങളും അറിയാനായിരിക്കും. അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥൻ പറയുന്ന റേറ്റ് 75 ലക്ഷമാണ്. ഇനി കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഡ്രീംസ് ലാൻഡിന്റെ സബ്സ്ക്രൈബേഴ്സിന് കൂടുതൽ ഇളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.